VKC പാദരക്ഷകൾ വാങ്ങൂ, സമ്മാനങ്ങൾ നേടൂ. ഈ കൂപ്പൺ ചോദിച്ചു വാങ്ങൂ. VKC Pride. മധുര മനോഹര ഗാനങ്ങൾ വിരിഞ്ഞ വർണ്ണസന്ധ്യയിൽ ആലാപന വിരുന്നൊരുക്കാനെത്തുന്നു കോഴിക്കോട് നിന്നും ദേവൂട്ടി. വെൽക്കം ദേവനന്ദ ഓൺ സ്റ്റേജ്. ദേവൂട്ടി പുഷ്പിച്ചു നിൽക്കാണല്ലോ നീ. ഏത് പാട്ടാ? ഞാനിന്ന് വയലാർ സാറിന്റെ ലിറിക്സിന് ദേവരാജൻ മാസ്റ്റർ കമ്പോസ് ചെയ്ത് മാധുര്യമ്മ പാടിയ കണ്ണ അലിലക്കണ്ണ. വീട്ടിൽ എപ്പോഴെങ്കിലും ചേട്ടൻ ഉള്ള ഒരു സമയത്ത് അദ്ദേഹം ഇങ്ങനെ ഏതെങ്കിലും പാട്ട് എഴുതിയതും അത് ചേട്ടൻ കണ്ടതും ഓർമ്മയുണ്ടോ? ഞാൻ വീട്ടിൽ വെച്ചിട്ട് അങ്ങനെ ഒന്നാമതേ അച്ഛൻ്റെ എഴുത്തെന്ന് പറഞ്ഞാൽ വെളുപ്പാൻ കാലത്താണ്. ഒരു 2-2:30 എഴുതേറ്റ് നേരത്തെ കിട്ടുന്നത് അങ്ങനെ. അപ്പോൾ ആദ്യം നമ്മൾ കാണില്ല. പക്ഷെ ഞാൻ ആകെ കണ്ടിരിക്കുന്ന 4 വരി 1000 പാദസരങ്ങൾക്ക് ഇരുന്നു. അത് ശരി. അത് ഞാൻ കളമശ്ശേരി രാജഗിരി സ്കൂളിൽ പഠിക്കുമ്പോൾ ആലുവ പാലസിൽ നിന്ന് എഴുതിയത്. അപ്പോൾ എന്നെ അങ്ങോട്ട് വിളിച്ചു. ഞങ്ങളുമേ വല്ലപ്പോഴേ കാണുള്ളൂ. അപ്പോൾ വിളിച്ചിട്ട് ഞാൻ ചെല്ലുമ്പോൾ ഇത് ഫയറാക്കി 4 വരി 1000 പാദസരങ്ങൾ. അത് മാത്രമേ ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടു. ഇത് അതുപോലെ ഒരു ക്ലാസിക്കാണ് അല്ലേ ചേട്ടാ? കണ്ണാൻ സാറിന് ഞാൻ പുത്തഞ്ചേരിയിൽ വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഗിരീഷ് പുത്തഞ്ചേരി സാറിന്റെ അനുസ്മരണ ഗാനാലാപന മത്സരം. സ്കൂളിൽ അല്ല, പുത്തഞ്ചേരി വെച്ചിട്ട് ഗ്രാമത്തിൽ സാറിന് അന്ന് കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടെ കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. നന്നായി പാടും കേട്ടോ. കണ്ണാ
ആഹാ. മോള് നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സർ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഇത്തിരി പ്രയത്നമുള്ള പാട്ടാണ്. കാരണം കണ്ണാ അത് തന്നെ എത്ര പ്രാവശ്യം വരുന്നുണ്ട്. ഒന്നുമില്ല, 2 നോട്ടേ ഉള്ളൂ. കറക്റ്റായിട്ട് പിടിക്കണേ. കറക്റ്റായിട്ട് പിടിക്കണ്ടേ. ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എവിടേക്കോ 1-2 സ്ഥലങ്ങളിൽ പോയി, അത്രേ ഉള്ളൂ. തുടക്കം ഗംഭീരമായിരുന്നു. അത് പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷെ അതിന്റെ അവസാനം വന്നപ്പോഴത്തേക്ക് ശ്വാസം കിട്ടിയില്ലയോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഹമ്മിങ് ആദ്യത്തെ തുടക്കം. പിന്നെ നീന്തിവ ആ പോർഷൻ ഉണ്ടല്ലോ അനുപല്, അത് സൂപ്പറായിരുന്നു. സംഗതി എല്ലാം കൊള്ളാൻ കേട്ടോ മോളെ. ഇടയ്ക്കിടയ്ക്ക് എവിടെ ഒരു 1-2 സ്ഥലത്ത് ഒരു ചെറിയ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഇതേ ഉള്ളൂ. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും യു ആർ ലക്കി. കാരണം വയലാർ സാറിന്റെ ഒരു അതിമനോഹര സങ്കല്പമാണ് ഈ പാട്ട്. അതായത് നീ പണ്ടൊരു പൂത്തിമിംഗലമായി, ഒന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ ഒരു സങ്കല്പം വരണമെങ്കിൽ തിമിംഗലത്തിനെ പൂവാക്കിയല്ല. അന്ന് നിന്റെ യൗവനം അങ്ങനെ എഴുതി പോകുമ്പോഴത്തേക്ക് എത്ര മനോഹരമായ ഒരു ഗാനം. അത് ദേവരാജ മാസ്റ്റർ സാധ്യമായിട്ട് ചെയ്തിരിക്കുന്നു. പിന്നെ അതിനുമുപരി ഇന്ന് ഇവിടെ അദ്ദേഹത്തിൻ്റെ മകനിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിലിരുന്ന് പാടാൻ സാധിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു പുണ്യമായിട്ട് മാത്രം കണക്കാക്കിയാണ്. പ്രയാസമാണ് മോളെ ഇത് പാടി ഫലിപ്പിക്കാൻ. ബട്ട് യു ഡിഡ് എ ഗ്രേറ്റ് ജോബ്. താങ്ക് യു സർ. ഇത് ആദ്യമായിട്ടാണ് മാധുര്യമ്മയുടെ അല്ലാത്തൊരു ശബ്ദത്തെ ഞാൻ കേൾക്കുന്നത്. അതിൻ്റെ വ്യത്യസ്തയുണ്ടായിരുന്നു കേട്ടോ മോളെ. എനിക്കിത് ശരിക്കും മോളുടെ പ്രായത്തിന് പറ്റിയൊരു പാട്ടല്ല. പക്ഷെ മോള് ആ പ്രായത്തിലേക്ക് എത്തി നേരത്തെ. അതതിൻ്റെ ഒരു പ്രത്യേകത. ഇത് ഇപ്പോൾ ശ്രീകുടൻ ചേട്ടൻ പറഞ്ഞ പോലെ എങ്ങനെയൊക്കെയാണ് ഇദ്ദേഹം ഈ കൃഷ്ണനെ അപ്രോച്ച് ചെയ്യുന്നറിയില്ല വയലാറെ. ആദ്യം ആലിലെ കണ്ണനാണ്, കുഞ്ഞായിരുന്നു. കടലിൽ കിടക്കുന്ന കണ്ണനെ കണ്ടു. അപ്പോൾ മുഖ പെണ്ണായി. പിന്നെ എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ പിന്നെ നീ ഇപ്പോൾ പൂത്തിമിംഗലമായി. ആദ്യത്തെ മത്സ്യാവതാരത്തിലാണല്ലോ. എന്നിട്ട് തിമിംഗിലായിട്ട്. അപ്പം തിമിംഗിലായപ്പോഴത്തേക്ക് ഞാൻ അതിന് അനുസരിച്ച് ഒരു മുഖപ്പെണ്ണായി അവിടെ. അതേപോലെ തന്നെ നീ ഇപ്പോൾ പണ്ടൊരു മുനുകുമാരൻ, ഇപ്പം ഭാർഗവരാമനാ പരശുരാമൻ. നിന്റെ വെൺമഴു പറന്ന വീണ നീരാഴി, അന്ന് എൻ്റെ വാതിലിൽ നീ മുട്ടി. അപ്പം നീൻ്റെ അടുത്തേക്ക് വന്നു. അടുത്ത അവതാരത്തിൽ നീൻ്റെ അടുത്തേക്ക് വന്നു. എനിക്ക് കുടിൽ വയ്ക്കാൻ ഒരിത്തിരി മണ്ണും തന്നു. അങ്ങനെയാണല്ലോ കേരളം ഉണ്ടായത്. അപ്പോൾ അത് ഓരോരുത്തരും ആ പിന്നെ അവതാരത്തിൻ്റെ വളർച്ച അനുസരിച്ച് ഈ രൂപം മാറുക. ഇനി വേണ്ടത് നിന്റെ മെത്ത പൊന്മുടി മൊത്തെനിക്കുന്നത്. അപ്പം അടുത്തെത്തണം. അപ്പോൾ ശരിക്കും ജന്മാന്തരങ്ങളിൽ രാധ ഒരുമിച്ച് എങ്ങനെയൊക്കെ ആയിരുന്നു. ഇദ്ദേഹം കുഞ്ഞാകുമ്പോൾ അപ്പം രാധ അമ്മയാവുമെന്ന് പറഞ്ഞ പോലെ ഓരോ അവതാരങ്ങളിലൂടെ സഞ്ചരിച്ചാണ്. ഇതിനകത്ത് സിനിമ പാടുന്ന കുട്ടി ദേവി കന്യാകുമാരി എന്ന സിനിമയിലാണ്. കന്യാകുമാരി ദേവി ആണ് വേഷം മാറി വരുന്നത് അല്ലേ. അതേപോലെ മോളെ എനിക്ക് ആ ഒരു സാരിയും കൂടെ ഒക്കെ കൊടുത്തിരുന്നെങ്കിൽ അതുപോലെ തോന്നി. ശരി, ഒരു ദൈവിക ഭാവം കൂടെ കിട്ടിയേനെ. എന്തായാലും എനിക്ക് ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ വളരെ ഹാപ്പിയാണ്. ഇപ്പം ഇതെന്നിലൂടെ ഇത് വയലാറ് കേൾക്കുന്നുണ്ടാവും, ദേവരാജ മാഷ് കേൾക്കുന്നുണ്ടാവും. അങ്ങനെ ആവട്ടെ. കാര്യം എൻ്റെ മനസ്സിൽ അത്രയും പതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു അംശം എവിടെയൊക്കെ എന്നിലുണ്ടല്ലോ. അവരും കേട്ട് കാണും, അവരും മോളെ അനുഗ്രഹിക്കട്ടെ. ഈ പാട്ടൊന്നാമത് ടോപ്പിലാണ് തുടങ്ങുന്നത്. അത് ശ്രുതിശുദ്ധമായിട്ട് ചേട്ടൻ പറഞ്ഞ പോലെ അത് അങ്ങനെ നിർത്തണമെങ്കിൽ വെരി ടഫ്. വളരെ പ്രയാസമാണ് ഈ പാട്ട് പാടാനായിട്ട്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട 2 മൊമെന്റ്സ് ഉണ്ട്, പ്രഷ്യസ് മൊമെന്റ്സ് ഉണ്ട്. അനുപല്ലവിയിൽ ആ ചെറിയ ചെറിയ സംഗതിയല്ലേ പൊത്തി, അതൊന്ന് കേൾപ്പിച്ചേ. പോരട്ടെ പോരട്ടെ. അത് സഭാഷായിരുന്നു. സഭാഷായിരുന്നു. അതിന് ഇവിടെ ഒരു 150-100 തന്നാലും ഒരു കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നി. അതിന് മാത്രം കേട്ടാ, എല്ലാത്തിനല്ല. പിന്നെ ഈ ബ്രത്ത് എടുക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു പ്രശ്നം വരുന്നുണ്ടല്ലോ. അനുപല്ലവി നല്ലൊരു ബ്രത്ത്, നന്നായിട്ട് ഓക്സിജൻ ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് പാടി നോക്കിയേ. അല്ലെങ്കിൽ നീരാഴി എന്ന് പറയുമ്പോഴത്തേക്കും ശ്വാസം ഔട്ടായി പോകും. പണ്ടൊരു പോത്തിമിംഗലമായി അന്ന് നിന്റെ യൗവനം തുഴഞ്ഞു വന്ന നീരാഴി.
ഇത്ര ശ്വാസം കിട്ടത്തില്ലേ? ആ, 1 2 3 ശ്വാസം. നീ പണ്ടൊരു പൂത്തിമിംഗിലമായി ശ്വാസം എടുത്തോ. ഇംഗലമായി പണ്ടൊരു പൂത്തിമിംഗിലമായി ശ്വാസം. അന്ന് നിന്റെ യൗവനം തുഴഞ്ഞു വന്ന നീരാടി. 3 4 അത്രയും 3 4 വരെ നിക്കണം. അപ്പൊ നന്നായിട്ട് ആദ്യമേ ബ്രത്ത് എടുത്താലേ 3 4 വരെ നിൽക്കൂ, അല്ലെങ്കിൽ 1 തന്നെ തീർന്നു പോകും കേട്ടാ. അത് ഒന്ന് ഓർക്കണം. പിന്നെ കണ്ണ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു എ വരുന്ന പോലെ എനിക്ക് ഫീൽ ഉണ്ട്. അത് എനിക്ക് മാത്രമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ അങ്ങനെ വരുന്നത് കണ്ണ എന്ന ആ അകാരം തന്നെ വരുന്നതാണ് അതിന്റെ ബ്യൂട്ടി. ഓക്കെ സുബ്ബുലു, പാട്ടിൽ ഇങ്ങനെ എത്ര ഒരു ഹൈറ്റ്സ് പാടിയാലും എത്ര ഒരു സുഖമാണ്. ബിക്കോസ് വളരെ ഹൈ അല്ലേ ഈ അത് ലാസ്റ്റ് 3 പ്രാവശ്യം അല്ലേ അത് ഹിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ നാച്ചുറലായി കാഷ്വലായിട്ട് പാടുമ്പം ഈസിയാണ്. പക്ഷെ ഇവിടെ വന്ന് നിൽക്കുമ്പം പക്ഷെ അത് അസാധ്യമായിട്ട് പാടി. പിന്നെ ഇടയ്ക്ക് അനുപല്ലവി ചരണത്തിലെ ഒരു ഹൈ സ്ഥലം ഉണ്ടല്ലോ സസ്റ്റൈൻ, അത് അസാധ്യമായിരുന്നു. പിന്നെ അതല്ലേ എനിക്ക് അത് കേട്ട് സുശീലാമ്മ ഇങ്ങനെ സുശീലാമ്മ തമിഴില് കുറേ സോങ്സിൽ ഇങ്ങനെ ആ ഒരു ഗമകം കൊടുത്തിട്ടുണ്ട് കുറേ പാട്ടുകൾ. ഇത് നെഞ്ചം മറപ്പതില്ലേ ആ പാട്ടിന്റെ ഹമ്മിങ് ആണ്. അങ്ങനെ ഒരു ഹമ്മിങ് ഉണ്ട് അതിൽ. അപ്പോൾ ഇതൊന്ന് കേട്ടിട്ട് എനിക്ക് പെട്ടെന്ന് സുശീലാമ്മയുടെ ആ ഒരു ഫീല് അസാധ്യമായിരുന്നു ആ ഒരു. പക്ഷെ ബ്രത്തിൻ്റെ പ്രശ്നമാണ്. എന്തെങ്കിലും അങ്ങനെ യോഗ ബ്രീതിങ് എക്സസൈസ് ചെയ്ത് ഇതൊന്ന് നേരാക്കണം. നമുക്കൊരു 8 ബാറെങ്കിലും ഒരുമിച്ച് പാടാൻ പറ്റില്ലെങ്കിൽ പല പാട്ടുകളിൽ നമുക്കിങ്ങനെ ബുദ്ധിമുട്ടിക്കും. അതല്ലാതെ വേറെ ഒന്നുമില്ല. ഇത് ബ്രെത്താണ് പ്രോബ്ലം. അതർവൈസ് യു ആർ ഓസം മാൻ. സുബുമോൾ എന്ത്? അപ്പൊ മോക്കിന്ന് തരുന്നത് ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് 95 out of 100. താങ്ക് യു സർ. അപ്പൊ നമ്മുടെ സുബ്ബുലു നന്നായി പാടുലു, അതുകൊണ്ട് ഗ്രേഡുലു സുപ്രീമുലു. ആടി ഒരു ഉലുലുലു പൂക്കുറ്റി. Congratulations, you are awarded a Supreme Lu. താങ്ക് യു സർ. താങ്ക് യു.